വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എക്സാം സെന്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെന്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ആരെങ്കിലും എക്സാം സെന്റേഴ്സ് ചേഞ്ച് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അടുത്തടുത്ത് സെന്റേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആകെ 2 ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ അടുത്തടുത്ത് സെന്റേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു എക്സാം സെന്റർ ഇനി ചേഞ്ച് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തുള്ള സെന്റേഴ്സ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്തോളൂ. നമുക്ക് 18-ാം തീയതി വരെ മാത്രമാണ് ടൈം ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആകെ 2 ചാൻസ് മാത്രമാണുള്ളത്. സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു 18-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഒരു എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനോട് കൂടിയിട്ടാണ് നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഫൈൻ ഇല്ലാതെ നമുക്ക് 18-ാം തീയതി വരെ ചെയ്യാം. ഇനി ആരും ഡിലേ ആക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ എക്സാം സെന്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അതനുസരിച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാം. അപ്പം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്